ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയാണ് കേട്ടോ. നീർദോശ നമ്മളിവിടെ ചീയപ്പം എന്നാ പറയാറ്. അപ്പോൾ രാവിലെ അധിക വീടുകളിലും നമ്മളിവിടെയൊക്കെ ഈ ഒരു അപ്പേക്കാരം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണെങ്കിൽ എത്ര കഴിച്ചാലും മതിയാവില്ല, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ കറി ഇല്ലെങ്കിലേ നമുക്ക് ചായൻ്റെ കൂടെ അങ്ങനെ കടിച്ചുകൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അതേപോലെ തന്നെ ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. പിന്നെ ആ അടുപ്പിൽ തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ ചൂടായപ്പോൾ തന്നെ അരിയും കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ചക്ക കഷ്ണം കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ അടുത്ത വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചക്കക്കൂട്ടാനും അതേപോലെ തന്നെ മോരും കഴിച്ചിട്ടുണ്ടോ? നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ചക്കയ്ക്ക് ചിലപ്പോൾ മീൻ കറി ഉണ്ടെങ്കിൽ മീൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ടൊക്കെ നമ്മൾ കഴിക്കും. അല്ലെങ്കിൽ വെറുതെ തേങ്ങയൊക്കെ ചതക്കിയിട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഞ്ഞിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ അങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കോംബോ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചക്കയ്ക്ക് ഇതാ അതിൻ്റെ ചവിണിയൊക്കെ കളഞ്ഞ് പിന്നെ അരിഞ്ഞ് ഒരു മൺചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. ചോറ് ഇതാ അപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോറ് ഊറ്റുന്നതുകൊണ്ട് നമ്മൾ ചക്ക അപ്പുറത്ത് അടുപ്പത്ത് വേവിക്കാനും വെച്ചിട്ടുണ്ട്. ചോറ് റേഷൻ കടി തരിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ ഇതാ നമ്മളെ ചക്കയൊക്കെ ഞാൻ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തുട്ടോ. അപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അധികം കുറേ സമയമൊന്നും അടുപ്പത്ത് വെക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതിക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നല്ല ജീരകവും പച്ചമുളകും ഒക്കെ ഇട്ട് ചതച്ച് കൊണ്ടൊന്നു ഇതാ നമ്മളെ ചക്ക കൂട്ടാൻ കിട്ടുകൊടുത്തു. ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ചക്ക നല്ലോണം ഉടച്ചെടുക്കണം, എന്നാലാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ചക്ക നല്ലോണം ഉടച്ചെടുത്ത് ഇതാ അതിക്ക് വെന്തതിന് ശേഷം കടുകൊക്കെ വറുത്തിട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കേ മോര് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ പാത്രത്തിൽ ഞാൻ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തൈരും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ സംഭാരമൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാ അടിച്ചെടുത്ത് ഞാനൊരു ബൗൾക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തേക്ക് കുറച്ച് ചക്കക്കൂട്ടാൻ വിളമ്പാം. ചക്കക്കൂട്ടാനും മോരും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. എനിക്ക് മീൻകറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കണക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ മോരും കൂട്ടിയിട്ട് കഴിക്കണതാണ് കേട്ടോ. പിന്നെ ഇതിക്ക് കുറച്ച് കഞ്ഞിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി ഇതാ നല്ലോണം കുഴച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്.